നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എളുപ്പമായില്ലേ? എളുപ്പമുള്ള പാത്തിലാണ് ബ്രസീൽ പെട്ടിരിക്കുന്നത് എന്നാണ് പല ഫുട്ബോൾ നിരീക്ഷകരും ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്നാൽ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ, ഇന്ന് ബ്രസീലിന് ജപ്പാനെതിരെ കളിയുണ്ട്, ആ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ അഞ്ചലോട്ടിയോട് ഈ കാര്യം ചോദിക്കേണ്ടേ, ബ്രസീൽ ഇപ്പോൾ എളുപ്പമുള്ള പാത്തിലാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാനത് ഡിസഗ്രി ചെയ്തു. ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പാത്ത്, ഡിഫിക്കൽട്ടുള്ള പാത്ത് എന്നൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. എല്ലാ മത്സരങ്ങളും വേൾഡ് കപ്പിൽ ഡിഫിക്കൽട്ടാണ്. ഒരുപാട് പ്രഷർ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വേൾഡ് കപ്പിൽ ഏതെങ്കിലും ക്ലിയർ ഫേവറിറ്റ്സ് ഉണ്ട് എന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല. അങ്ങനെ പറയുന്നതിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല. കാരണം എന്താണെന്നറിയോ, ചില ടീമുകൾ ഒരു പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവും മറ്റു ടീമുകളേക്കാൾ കൂടുതൽ. അതുകൊണ്ട് ആ ടീം ക്ലിയർ ഫേവറിറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു വളരെ ബാലൻസ്ഡായ കോമ്പറ്റിറ്റീവായ വേൾഡ് കപ്പാണെന്നാണ്. ഇതാണ് ഇപ്പോൾ കോച്ചിൻ്റെ അഭിപ്രായം. എന്നാലും നമ്മൾ നോക്കുകയാണ് എന്താണ് ബ്രസീലിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അങ്ങനെയെങ്കിൽ ബ്രസീലിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ഓഫ് 16 ആരാവും എന്നാണ് ഇനി അറിയേണ്ടത്. റൗണ്ട് ഓഫ് 32 കളി ഇന്നാണ് ജപ്പാനെതിരെ. ബ്രസീൽ വിജയിച്ചു കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 16 ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് ഒരു പക്ഷേ നോർവേ അല്ലെങ്കിൽ ഐവറി കോസ്റ്റ് വന്നേക്കും. നാളെ രാത്രി 10:30 കളി. അതിലെ വിജയികളാണ് ബ്രസീലിനെ റൗണ്ട് ഓഫ് 16 നേരിടാനുണ്ടാവുക. നമ്മൾ ഇപ്പോഴത്തെ ഫോമൊക്കെ വെച്ച് നോർവേ ആയിരിക്കും റൗണ്ട് ഓഫ് 16 എതിരാളികൾ എന്ന് കരുതാം. അത് കഴിഞ്ഞാൽ പിന്നെ ക്വാർട്ടർ ഫൈനലാണ്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ഫോം വെച്ച് ബ്രസീൽ ഇംഗ്ലണ്ടുമായിട്ട് ഏറ്റുമുട്ടാനാണ് സാധ്യത. അവിടെ നിന്നും വിജയിച്ച് സെമി ഫൈനലിലേക്ക് എത്തിയാലോ, സെമി ഫൈനലിൽ ബ്രസീലിനെ കാത്തൊരു പക്ഷേ അർജൻറ്റീന ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെയും വിജയിച്ച് ബ്രസീൽ ഫൈനലിലേക്ക് പോയാലോ, ഫൈനലിലായിരിക്കും അവരെ നേരിടാൻ ഫ്രാൻസോ സ്പെയിനോ ഒക്കെ എത്തുക. അപ്പോൾ പൊതുവെ ഒന്നുകൂടെ എളുപ്പമുള്ളൊരു പാത്താണ് എന്നതാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. അതാണ് കോച്ച് പക്ഷേ നിഷേധിക്കുന്നത്. ബ്രസീലിൻ്റെ ഇതുവരെയുള്ള കളികൾ വെച്ച് നോക്കുമ്പോൾ മുന്നോട്ട് പോകാനുള്ള നല്ല സാധ്യതയുള്ളൊരു പാത്തിലാണ് അവർ പെട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.